ഓം ഗുരുഭ്യോ നമഃ. അപ്പൊ ഇന്ന് നമ്മൾ ഇവിടെ വിശദീകരിക്കാൻ പോണത് കുജദശ ഫലങ്ങളാണ്. അതായത് ഇതിന്റെ കാലാവധി 7 വർഷമാണ്. കുജന്റെ ചൊവ്വ. അപ്പൊ ചൊവ്വാദശ അല്ലെങ്കിൽ കുജദശ ഫലങ്ങൾ അത് നല്ല സ്ഥാനത്ത് സുസ്ഥാനത്ത് നിന്നാൽ, നല്ല സ്ഥാനത്ത് ജാതകത്തിൽ ചൊവ്വ നിന്നാൽ ഉണ്ടാവുന്ന ഫലങ്ങളാണ് നമ്മളിവിടെ വിശദീകരിക്കാൻ പോകുന്നത്. ഭൂമിക്കും ധനത്തിനും ലാഭം. ഭൂമിയും ധനവും ലാഭം. കേസുകളിൽ ജയം. ഏത് കേസിൽ പെട്ടാലും നമ്മൾ ജയിക്കും. സഹോദരൻ, ഭാര്യ, സന്താനങ്ങൾ ഇവർക്ക് അനുകൂലമായ കാര്യങ്ങൾ നടക്കുക. എല്ലാം നമ്മളിൽ നിന്നും അവർക്കും അനുകൂലം, നമ്മുടെ ഈ കുജദശ കൊണ്ട് അവർക്കും എല്ലാം അനുകൂലമായി വരികയും ചെയ്യും. പിന്നെ ഗൃഹനിർമ്മാണം ഉണ്ടാവും. അഭിലാഷങ്ങൾ പൂർത്തിയാവുക. എന്ത് അഭിലാഷം ഉണ്ടെങ്കിലും അത് പൂർത്തിയാവും. ഒന്നിൽ കൂടുതൽ വാഹന ലാഭം. വാഹനങ്ങൾ ഉണ്ടാവാം ഒന്നിൽ കൂടുതൽ. ധനവും ഭൂമിയും സ്ഥാനാധിപത്യവും ഭ്രാതാവിനും മറ്റുള്ള ബന്ധുക്കൾക്കും സുഖമുണ്ടാവും. മനസ്സിലായില്ലേ? ഉത്സാഹം, ധനപുഷ്ടി, ധനപൂർണത, രതികാര്യങ്ങളിൽ താല്പര്യവും ബുദ്ധിശക്തിയും ഈ ദശയിൽ കൂടുതലായിട്ട് നമുക്ക് ഉണ്ടാവും. സ്ഥാനപ്രാപ്തി, അതുപോലെ ധനം, സുഖം, ലാഭം. അത് കൂടുതലും ഭൂമി ലാഭം ഉണ്ടാവണമെങ്കിൽ വെച്ചാൽ ഈ പാർട്ടീഷനൊക്കെ നമ്മുടെ സ്വത്ത് പങ്കുവച്ച് വരുമ്പോൾ അങ്ങനെ വരണ ലാഭമായിരിക്കും കൂടുതലും കിട്ടുക. ഭാര്യാലാഭം, പുത്രലാഭം ഇതൊക്കെ നമുക്ക് അനുഭവിക്കും. വാഹന സുഖം, വാഹന സമ്പത്ത്, പ്രധാന ജനങ്ങളുടെ ബന്ധുത്വം, വലിയ ആൾക്കാരായിട്ട് പ്രധാനപ്പെട്ട ജനങ്ങളായിട്ടുള്ള ബന്ധുത്വം വന്നുകൂടുക, ഇവയുണ്ടാവും. ഇവയൊക്കെയാണ് ഇഷ്ടഭാവത്തിൽ ചൊവ്വ നിന്നാൽ ഉണ്ടാവുന്ന ഫലങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞത്. ഇനി ദുസ്ഥാനത്ത്, ചീത്ത സ്ഥാനത്ത് ചൊവ്വ നിന്നാൽ, ജാതകത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ട അനിഷ്ട സ്ഥാനത്ത് ചൊവ്വ നിന്നാൽ ഉണ്ടാവുന്ന ഫലങ്ങളാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. നിന്ദ്യമായ പ്രവർത്തനത്തിൽ കൂടി ധനസമ്പാദനം. നമുക്ക് പറഞ്ഞിട്ടില്ലാത്ത ചില പ്രവർത്തികളിൽ കൂടിയൊക്കെ നമുക്ക് പ്രവർത്തിച്ച് ധനലാഭം വരിക. അപ്പോൾ അത് ശാശ്വതമാവില്ല, അത് നഷ്ടപ്പെടും, എന്തെങ്കിലും സംഭവിക്കും. പോലീസ് കേസ് വരെ നമുക്ക് വരാൻ സാധ്യത ഉണ്ടാവും. വാഹനങ്ങളുടെ നാശം, ബന്ധുക്കൾക്ക് നാശം, ഇതൊക്കെ സംഭവിക്കും. കേസുകളിൽ പെടാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അപ്പം അങ്ങനെയുള്ള വിഷയങ്ങളിലേക്ക് നമ്മൾ പോകാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. മനസ്സിലായില്ലേ? തൻ്റേതായ തെറ്റുകളെ കൊണ്ടുള്ള ക്ലേശം, നമ്മൾ തന്നെ തെറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ദുഃഖം നമുക്ക് വരിക. അപ്പം അതൊക്കെ വളരെ ശ്രദ്ധിക്കണം. പ്രമേഹം, നയനരോഗം, ഗുദരോഗം ഇവകൾ സംഭവിക്കാം. ഇതൊക്കെ സംഭവിക്കാം. നയനരോഗം സംഭവിക്കാം. അതുപോലെ പ്രമേഹം വരാം ഈ ദശയിൽ. മനസ്സിലായോ? കലഹം മുതലായവ കൊണ്ടുള്ള ദുഃഖം, സ്വന്തക്കാരായിട്ട് കലഹം ഉണ്ടാവുക, അതിന് നമുക്ക് ദുഃഖം വന്നു ചേരുക, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ വന്നുകൂടും. സർക്കാരിൽ നിന്ന് പ്രതികൂലമായ നടപടികൾ ഉണ്ടാവുക. മനസ്സിലായോ? അപ്പം അതൊക്കെ ഇതിനകത്ത് ഉണ്ടാവണം. സ്വജന വിരോധം ഉണ്ടാവുക, നമ്മുടെ സ്വന്തം ആൾക്കാർ നമ്മളോട് വിരോധം പെടുക, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ. ധനത്തിന്, ഭൂമിക്കൊക്കെ നാശം വരിക, ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ. ബന്ധുക്കൾക്കും രോഗം വരിക, നമ്മുടെ കളത്രത്തിന്, പിള്ളേർക്ക്, ബന്ധുക്കൾ, ഇവർക്കൊക്കെ രോഗങ്ങൾ വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ സ്ഥാനഭ്രംശം, ദുഃഖം, വിദേശവാസം. വിദേശവാസത്തിന് ദുരിതവും, വിദേശവാസം മാത്രമല്ല, അവിടെ ദുരിതം ഉണ്ടാവും നമുക്ക്. ദുരിതം, സ്വജന വിരോധം, കഷ്ടതകൾ ഇവകൾ അനുഭവിക്കേണ്ടി വരും. സഹോദര നഷ്ടവും വന്നുകൂടാം. സഹോദര നഷ്ടങ്ങളും ഈ സമയത്തൊക്കെ നമുക്ക് വന്നു. ഇതൊക്കെയാണ് അനിഷ്ട സ്ഥാനത്ത് ചൊവ്വ നിന്നാലുള്ള ഫലങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞത്. അപ്പം അതിനെന്ത് ചെയ്യണം? ഗണപതി ഹോമം, വീട്ടിൽ ഗണപതി ഹോമം, ഭഗവതി സേവ, അതുപോലെ ധർമ്മദൈവം അല്ലെങ്കിൽ പരദേവതയുടെ അവിടെ പൂജകൾ, ആ പരദേവത ക്ഷേത്ര ദർശനം, സാധാരണ നമ്മൾ നടത്താറുള്ള പൂജകൾ, വഴിപാടുകൾ, ഇതൊക്കെ ചെയ്യാം. അത് എങ്ങനെ? ദശ തുടങ്ങി ഒരു 2.5 വർഷക്കാലം 3 മാസത്തിൽ ഒരിക്കൽ ഈ പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് ഒരു വിടുതൽ, ഇതിൽ നിന്നൊരു പരിഹാരം, ഈ ദുരിതങ്ങൾക്കൊക്കെ ഒരു പരിഹാരമായിട്ടുള്ള അതിൻ്റെ കാഠിന്യം കുറഞ്ഞും നമ്മൾ അനുഭവിക്കുള്ളൂ. അപ്പോൾ
നമസ്തേ. ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മുഴുവനായിട്ട് കാണാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നമസ്തേ.